ഹലോ, ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ ഞാൻ കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ മസാല എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ചുള്ളത് എടുക്കാം. കുറച്ച് പുതിന എടുത്തു, കുറച്ച് മല്ലിയില എടുത്തു, കുറച്ച് ടൊമാറ്റോ എടുത്തു, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം, 1 സ്പൂൺ ഗരം മസാല ഇടാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഇടാം. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ച മസാല നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി വെക്കാം. ഇത് പുരട്ടി ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചേക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടാം നമുക്ക്. ഇനി ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ വറക്കാൻ വെച്ച ചിക്കന് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. 1/2 സ്പൂൺ നെയ്യ് ഇടാം. ഇനി നമുക്ക് ചെറിയ 2 പീസ് പട്ട ഇടാം, ഒരു 3 ഗ്രാമ്പൂ ഇടാം, ഒരു തക്കോല ഇടാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം. നമ്മൾ മുമ്പ് അരച്ച് വെച്ച മസാലയുടെ ബാക്കി ഇച്ചിരിയുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ആ മിക്സിയും പാത്രമൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമുക്ക്. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഇച്ചിരി നേരം അടച്ചു വെക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇതിനകത്തോട്ടിടാം. ഇച്ചിരി മല്ലിയില ഇടാം. നമ്മൾ ഇത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇച്ചിരി ഇടാം. ഒരു ശകലം ബിരിയാണി മസാല ഇടാം നമുക്ക്. ഞാൻ ചോറിനകത്ത് പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ഇട്ട് ഇച്ചിരി പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉള്ളി ഇടാം. നമുക്ക് ഇച്ചിരി മല്ലിയില ഇടാം. നമുക്ക് ഇച്ചിരി നാരങ്ങ നീരൊഴിക്കാം. വീണ്ടും ഇച്ചിരി നട്ട്സ് വറുത്തതിടാം നമുക്ക്. വീണ്ടും നമുക്ക് ചോറിടാം. നമുക്ക് ഇനി വീണ്ടും ഉള്ളി ഇടാം, മല്ലിയില ഇടാം, ഇച്ചിരി നാരങ്ങ നീരോട് ഒഴിക്കാം. പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചോണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം എത്ര വേണോ അത്രയും നാരങ്ങ നീരൊക്കെ ഒഴിച്ചെടുക്കുക. ശകലം ബിരിയാണി എസൻസ് നമുക്ക് ഒഴിക്കാമേ. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് ചെറിയ സിമ്മിലിടാം. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരാം.